ഇന്നലെ വരെ ഇവിടെ നല്ല വെയിലായിരുന്നു കേട്ടോ. ഇന്നലത്തെ ചൂട് സഹിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ചൂടായിരുന്നു കേട്ടോ. ഇന്ന് കാലത്താണെങ്കിൽ ഒരു 8:30ക്ക് തുടങ്ങിയതാണ് മഴ. നല്ല അടിപൊളി മഴയും അതുപോലെ തന്നെ കാറ്റും ഇടിവെട്ടും എല്ലാം ഉണ്ടായിരുന്നേ. മോളിൽ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡിയാക്കി നിർത്തിയാണ്. പക്ഷേ ഇടിവെട്ട് കണ്ടപ്പോൾ പിന്നെ ഞാൻ ഇന്ന് ക്ലാസ്സിലേക്ക് വിട്ടില്ല. അങ്ങനെ ഈ ഒരു മഴ ഒരു ഉച്ച കഴിയുന്നവരെ ഉണ്ടായിരുന്നു. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ഒന്ന് തോർന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് തലൂര് വരെ വന്നാണ്. മോൾക്ക് ഇന്നലെ ഞങ്ങൾ രണ്ടുപേരോട് ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മോളെ കൊണ്ടുപോകാത്തതുകൊണ്ട് അത് മോൾക്ക് ടൈറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറേ എണ്ണം നോക്കിയിട്ട് ഈ ഒരു ചെരുപ്പാണ് കേട്ടോ എടുത്തത്. ഇനി ഒരു ജോഡിയും കൂടി എടുക്കണം, ഒരു ഷൂവും കൂടി എടുക്കണേ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നോക്കി. പക്ഷേ ഇതിൽ വലിയ കളക്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് മോൾക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവസാനം ഈ ഒരു ഷൂ ആണ് കേട്ടോ എടുത്തത്. അപ്പോഴേക്കും മോനും ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നേ. ഇന്നലെ ഒരു ചെരുപ്പ് എടുത്തു. അപ്പോൾ വീട്ടിലിടാൻ വേണ്ടി ഈ ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ഇതിൽ വേറെ കളർ ചേഞ്ച് ഉണ്ടോ വേണ്ട ആ ചേട്ടനടുത്ത് ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞു എന്നെക്കൊണ്ട് അത് തന്നെ മതിയും വേണ്ടി ഇതന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഈ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ചെരുപ്പ് തിരിച്ചിട്ടു കേട്ടോ. അപ്പോഴേക്കും ആ കടയിലുണ്ടായിരുന്ന ചേച്ചി നേരെ ചെരുപ്പിട്ട് കൊടുത്തേ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഒരു ഫാൻസിയിലേക്ക് പോയി. അവിടെ നിന്ന് നമുക്ക് മോൾക്ക് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങണം, ഫാൻസി സാധനങ്ങളും അങ്ങനെ മോൾക്ക് ഡാൻസിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങണം. അപ്പോൾ ഞങ്ങൾ നേരെ മുകളിലേക്ക് വന്നു. അപ്പോൾ അവിടെ വന്ന് 1-2 ഡ്രസ്സുകൾ, മോൾക്ക് പെറ്റിക്കോട്ടും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണമായിരുന്നു. പിന്നെ അതെല്ലാം എടുത്ത ശേഷം നമ്മൾ താഴെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാൻസി സാധനങ്ങൾ നോക്കി. നമുക്ക് ഈ ഒരു കടയിൽ വന്ന് വെച്ച് എല്ലാം വാങ്ങാൻ തോന്നും. പൊതുവേ പെൺകുട്ടികൾക്ക് അങ്ങനെയാണല്ലോ. നമുക്കിതുപോലെ ഫാൻസി ഷോപ്പിലൊക്കെ പോയി വെച്ചാൽ എന്ത് കണ്ടാലും നമുക്ക് വാങ്ങാനുള്ള ഒരു തോന്നില്ല. അപ്പോൾ മോൾക്കും ഇങ്ങനത്തെ മാലകളൊക്കെ കണ്ടപ്പോൾ അത് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതെന്നോട് വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ച ശേഷം നമ്മളത് ബില്ല് എടുത്തു. അപ്പോൾ അതിൻ്റെ തൊട്ടുള്ള കടയിൽ തന്നെ പോയിട്ട് നമ്മൾ ഒരു സോക്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വാങ്ങിച്ച സാധനം ബില്ല് ചെയ്ത് നമ്മൾ നേരെ പോവാണ് കേട്ടോ. അപ്പോഴാണ് മോനൊക്കെയാണെങ്കിൽ തൊട്ടപ്പുറത്ത് അപ്പോഴാണെങ്കിൽ മോൻ ഒരു കാറ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ കോളടിച്ചത് മോനാണ് കേട്ടോ. ഒരു ചെരുപ്പും കിട്ടി, അതുപോലെ തന്നെ ഒരു കാറും കിട്ടി. ഈ ഒരു കാറുണ്ടല്ലോ കുറച്ച് നേരത്തെ കയ്യിൽ കാണുള്ളൂ. അത് കഴിയുമ്പോഴേക്കും അതിൻ്റെ എല്ലാം പേർത്തി എടുത്തിട്ടുണ്ടാവും കേട്ടോ. മോൻ്റെ സ്വഭാവമാണ്. മോൻ്റെ നല്ല മിക്ക കുട്ടികളുടെ അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എന്ത് വാങ്ങിച്ചു കൊടുത്താലും ഈ കുറച്ച് നേരം ഇതിനെ ഒന്ന് ഓടിച്ച് കളിക്കുകയെ, കുറച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ എല്ലാ സാധനവും ഊരി എടുക്കും കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കേട്ടോ അവനിക്ക്. കുറച്ച് നേരം ഇങ്ങനെ ഓടിച്ച് കളിക്കും. പിന്നെ വീട്ടിൽ കൊണ്ടുപോയി കുറച്ച് നേരമൊക്കെ അവിടെ ഇവിടെ ഓടിച്ച് കളിക്കുകയെ. കുറച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ പാർട്സും വേറെ വേറെ ആയിട്ട് കിടക്കുകയെ. അങ്ങനെയാണ് കേട്ടോ മോൻ്റെ സ്വഭാവം. അപ്പോൾ ഈ ഒരു കാറ് കിട്ടിയതും നമ്മൾ അവിടെ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ അവിടെ കിടന്ന് ഓടിക്കലായിരുന്നു. ഒരേ തിരക്കായിരുന്നു കേട്ടോ ഓടിച്ച് കളിക്കണതിൻ്റെ. അപ്പോൾ ഞങ്ങളത് കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു സോഡ കുടിച്ചിട്ട് പോകാമെന്ന് വേണ്ടിയൊക്കെ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ സോഡയും കുടിച്ച് അപ്പോൾ അവിടെ നിന്ന് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.